ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാറി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 10 സവാള അരിഞ്ഞത്, പിന്നെ ഒരു 7 തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പിന്നെ മല്ലി, പുതിന, കറിവേപ്പ്, അതേപോലെ തന്നെ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റിലേക്കാണ് നമുക്ക് ആവശ്യം. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ലാസ്റ്റ് നമ്മൾ റൈസൊക്കെ റെഡി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വഴറ്റിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉപ്പ് ആഡ് ചെയ്താൽ കുറച്ച് പെട്ടെന്ന് തന്നെ അതൊന്ന് വേവായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. പിന്നെ നല്ല വലിയ സൈസ് ചിക്കൻ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണിയിലോട്ടാകുമ്പോൾ അത്യാവശ്യം സൈസുള്ള ചിക്കൻ വേണമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പ്, മല്ലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനവിടെ എടുക്കുന്നത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വല്ലാണ്ട് മഞ്ഞൾപ്പൊടി എടുത്താൽ നമ്മൾ റൈസ് ഒരു യെല്ലോ കളറായിട്ട് നിൽക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 വലിയ ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു വലിയ ലെമണിൻ്റെ ഫുൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ബിരിയാണി ഒന്നാവണമെങ്കിൽ ബിരിയാണി മസാലയാണല്ലോ ഒന്നാവേണ്ടത്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലോട്ട് നന്നായിട്ട് മസാല യോജിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ അതേ സമയത്ത് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന റേഷ്യോ അറിയാമല്ലോ. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ 2-3 ഏലക്കായും 2 പട്ട, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ നേരം നമ്മൾ അരി വേവാൻ വേണ്ടി വെക്കരുത്, അല്ലെങ്കിൽ അത് റൈസ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയോട്ട് കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓണിയൻസ് ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ കാഷ്യൂസും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ഓണിയൻ ഫ്രൈ ഒക്കെ ഇട്ടതിൻ്റെ മേലോട്ട് തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലോട്ട്, അങ്ങനെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു വേറെ കാര്യമാണ് റൈസ്. നമ്മൾ ബിരിയാണി റൈസ് പല ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഉമ്മൊക്കെ പറയലുണ്ട് റൈസ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കൈമയാണ്. കൈമ തന്നെ ഏതെല്ലാം ഉണ്ട്, അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. ബിരിയാണിയിൽ എപ്പോഴും എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പയുടെ പെങ്ങന്മാർ, പിന്നെ മാമിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി മാത്രമല്ല കേട്ടോ, അവരെല്ലാ ഫുഡും ഉണ്ടാക്കും. പലഹാരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. കുക്കിങ്ങിലൊരു ഇല്ലാടികൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുതരിക ചെയ്യുക. പലഹാരങ്ങളൊക്കെ പുരയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആണ് കൊണ്ടുവരിക ചെയ്യുക. പലഹാരങ്ങൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു നല്ല നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ചിലരത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അതിനൊരു സ്മെല്ല്. ഈ കാണുന്നതാണ് കുറ്റിയെടുക്കൽ പ്രോസസ്സ്. എല്ലാവരും ഇതാണ് പറയുന്നത് അറിയില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.